ഹായ്. 2 വർഷത്തിന് ശേഷം മലപ്പുറം ജില്ലയിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യണ പണിയാട്ടോ. നമ്മൾ കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ അവിടെയും ഇവിടെയൊക്കെ പോയി വർക്ക് ചെയ്തു. ഫസ്റ്റ് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമുക്ക് മലപ്പുറം ജില്ലയിലായിരുന്നു പണികൾ ഒരു 4 എണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് മലപ്പുറം ജില്ലയിൽ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പണി നമ്മളെ പുറത്തുള്ള പണിയല്ല കേട്ടോ, അത് നമ്മളെ ജയരാജന് വേണ്ടിയിട്ട് വെക്കുന്ന വീടാണ് കേട്ടോ. ജയരാജൻ എല്ലാവർക്കും അറിയില്ലേ? ജയരാജനെ അറിയാത്തവർക്ക് ഇതാണ് കേട്ടോ ജയരാജൻ. ഒരുവിധം നമ്മൾ വീടുകൾ ചെയ്യണ സൈറ്റിലൊക്കെ കണ്ടിട്ടുണ്ടാവും ജയരാജനെ. ജയരാജൻ എൻ്റെ നാട്ടുകാരൻ തന്നെയാണ്, അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരനും കൂടി കേട്ടോ. അപ്പോൾ ആദ്യം മുതലേ, അതായത് നമ്മൾ നോർമൽ രീതിയിൽ വീട് വയ്ക്കുന്ന സമയം മുതലേ ജയരാജനും അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ള സൂപ്പർവൈസറായിട്ടുള്ള ധനേഷ്, മണി, ഇവരെല്ലാവരും ജയരാജൻ്റെ കൂടെയാണ് ആദ്യം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളെല്ലാവർക്കും വീട് വെച്ചു കൊടുക്കും, പക്ഷേ സ്വന്തം വീടുകൾ പണിയാനായിട്ട് നമുക്ക് ടൈം കിട്ടാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും പണിക്കാരൊക്കെ വന്നൊന്ന് സെറ്റായപ്പോൾ നമ്മൾ ജയരാജൻ്റെ ബേസ്മെൻറ്റ് ആദ്യം കരിങ്കല്ലിൽ ചെയ്യാമെന്നാണ് വിചാരിച്ചായിരുന്നു. പിന്നെ കല്ലിൻ്റെ ക്ഷാമവും പണിക്കാരെ കിട്ടാനുള്ള ബുദ്ധിമുട്ടൊക്കെ അടി മാത്രം കരിങ്കല്ലിൽ ചെയ്തു. അതിൻ്റെ മുകളിൽ നമ്മൾ പ്ലിന്തായിട്ട് ചെയ്യാച്ചിട്ടാണ്. 8 ഇഞ്ചിൻ്റെ പ്ലിന്തല്ല, നമ്മളത് 6 ഇഞ്ചിൻ്റെ പ്ലിന്താണ് കേട്ടോ ചെയ്യണത്. ഇപ്പോൾ നമ്മളൊരു 2500 സ്ക്വയർ ഫീറ്റിന് വേണ്ടിയിട്ട് പ്ലിന്ത് അടിക്കാനുള്ള പുതിയ ഷീറ്റെല്ലാം മേടിച്ചിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഉദ്ഘാടനം ജയരാജൻ്റെ സൈറ്റിൽ വെച്ചിട്ടാണ്. അപ്പോൾ മണിക്കും ജയരാജനും ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് ഒരു 2-3 ദിവസം കൊണ്ട് ഈ ഒരു ബേസ്മെൻറ്റിൻ്റെ വർക്ക് ചെയ്യാനുള്ള പരിപാടിയിലാണ്. 3 ദിവസം കൊണ്ട് തന്നെ കറക്റ്റായിട്ട് തീരും ചെയ്തു കേട്ടോ. വീടിൻ്റെ ഷേപ്പ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും അത് എന്തെങ്ങനെ നീളത്തിൽ ഇങ്ങനെ ഒരു വീടെന്ന്. അങ്ങനെയാണ് ജയരാജൻ്റെ സ്ഥലം കിടക്കുന്നത് കേട്ടോ. ആ സ്ഥലത്തിനനുസരിച്ചിട്ടുള്ള വീടാണ് നമ്മൾ വെക്കുന്നത്. പക്ഷേ വീട് വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിരിക്കും. അത് ഞാൻ ഇപ്പോൾ പറയണില്ല, വീട് വെച്ചതിന് ശേഷം നിങ്ങൾ കണ്ടിട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ ഞങ്ങൾ കേരളത്തിലുടനീളം നടന്ന് ഇങ്ങനത്തെ വീടുകൾ വെക്കുന്നുണ്ടെങ്കിലും ഞങ്ങളെ നാട്ടിൽ കോൺക്രീറ്റ് രീതിയിലൊരു വീട് വെക്കണം ആദ്യമായിട്ടാട്ടോ. ഒന്ന് എൻ്റെ വീടിൻ്റെ അപ്സ്റ്റെയർ ഉണ്ട്, അത് നാട്ടിലാരും കണ്ടിട്ടില്ല. പിന്നെ നാട്ടുകാർക്കൊന്നും ഞങ്ങളെ കുറിച്ചിട്ട് വലിയൊരു ഐഡിയ ഇല്ല, ഞങ്ങൾ ഏത് രീതിയിലാണ് ഇങ്ങനൊരു പണി എടുക്കുന്നുണ്ടെന്നല്ലാണ്ട് വീഡിയോസും കാര്യങ്ങളൊന്നും കാണാത്ത ആൾക്കാരാണ്. ഞാൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ ആരും അത് കണ്ടു എന്ന് അറിയിക്കാൻ ഒരു ലൈക്കോ കമൻറ്റോ ഇടോട്ടില്ലേ. ഇങ്ങനെ നാട്ടുകാരാകുമ്പോൾ അങ്ങനെയാണല്ലോ. നാട്ടിലെല്ലാവരും കുറ്റം പറയാൻ പറ്റില്ല, വളരെ കുറച്ച് ആൾക്കാരുണ്ട്. അവർ നമ്മളെല്ലാം ഫോളോ ചെയ്യും. നമ്മൾ നാട്ടിൽ വരുന്ന സമയത്ത് ചോദിക്കും എവിടെയായിരുന്നു, എന്തായിരുന്നു, എല്ലാ കാര്യങ്ങളും അവർ റീൽസിലൂടെയും വീഡിയോ കണ്ടിട്ടും അറിയും. പക്ഷെ കുറച്ച് ആൾക്കാരെന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ഇതിനൊക്കെ ബർത്ത്ഡേക്ക് ഫോട്ടോ ഇട്ട് അത് ഷെയർ ചെയ്യും, അതിന് കമൻറ്റ് അടിക്കുകയൊക്കെ ചെയ്യും. കാരണം മമ്മൂട്ടിയും മോഹൻലാലും പിറ്റേ ദിവസം തന്നെ അവരെ വിളിച്ച് അഭിനന്ദിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നാട്ടിലൊരാളിങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഞാനാണെങ്കിലും ജയരാജൻ്റെയൊക്കെ എത്രയോ വീഡിയോസ് വന്നിട്ടുണ്ട്. ജയരാജനെ അറിയുന്ന ഇഷ്ടം പോലെ ആൾക്കാർ നാട്ടിൽ വീഡിയോ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരാരും അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും പ്രോത്സാഹിപ്പിക്കാറില്ല ഞങ്ങളെ. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞ പോലെ നാട്ടിലൊരു വില ഇല്ലെങ്കിലും ഞങ്ങൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഞങ്ങളീ പണിക്ക് നല്ല വില കേട്ടാണ്. ഞങ്ങളെ കാത്തിട്ട് ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നതുകൊണ്ട് ഞങ്ങളെ കിട്ടാത്തതിന് സങ്കടം വിളിച്ച് പറയാറുണ്ട്. അത് നിങ്ങൾ വീഡിയോൻ്റെ അടിയിലെ കമൻ്റ് ഒന്ന് ജസ്റ്റ് പോയി നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഏകദേശം പ്ലിന്തെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പുതിയ ഷീറ്റും കാര്യങ്ങളൊക്കെ വെച്ച് സൂപ്പർ, അതായത് 6 ഇഞ്ചിൽ അടിച്ച പ്ലിന്താണ് കേട്ടോ. നല്ല സൂപ്പറായിട്ട് പുതിയ ഷീറ്റിൽ നമ്മൾ പ്ലിന്ത് അടിച്ചിട്ടുണ്ട്. ജയരാജൻ ഇപ്പോഴും വീട് പണി തുടങ്ങണമെന്നില്ല, പക്ഷേ ജയരാജൻ്റെ ഭാര്യയുടെ അമ്മൂനോടുള്ള നിർബന്ധ പ്രകാരമാണ് ഇപ്പം എങ്ങനെയും ഞങ്ങളൊന്ന് പെട്ടെന്നൊന്ന് തട്ടിക്കൂട്ടിയിട്ട് അവർക്കൊരു വീടാക്കി കൊടുക്കാനുള്ള സെറ്റപ്പിൽ. ഇപ്പോൾ തറയായപ്പോൾ തന്നെ അവർക്ക് ഏകദേശം ഒരു സമാധാനമായിരുന്നു. അതാണ് കേട്ടോ ജയരാജൻ്റെ ഭാര്യ. പിന്നെ ഞാൻ എല്ലാ സൈറ്റിലും ചെയ്യണ പോലെ തന്നെ ഇവിടെയും ചെയ്തത്. കാരണം നമ്മൾ ജയരാജനോടല്ല വീട് പണി തുടങ്ങാനായിട്ട് പറഞ്ഞത്, ഞാൻ നേരെ മണീനോടാണ് പറഞ്ഞത് നാളെ ജയരാജൻ്റെ വീടിൻ്റെ അവിടെ പോയിട്ട് പ്ലിന്തിൻ്റെ വർക്ക് തുടങ്ങിയത്. കാരണം എന്താ വെച്ചാൽ ജയരാജൻ പല സ്ഥലങ്ങളിലും പോയിട്ട് പല ആൾക്കാർക്ക് 1 മാസം കൊണ്ടൊക്കെ വീട് വെച്ച് കൊടുത്ത് പോരും. പക്ഷേ ഓൻ്റെ വീട് പണി തുടങ്ങിയിട്ട് ഏകദേശം 6 മാസം കഴിഞ്ഞു. ഇതേവരെ ഈ താഴത്ത് കാണുന്ന തറ വരെ സ്വന്തമായിട്ട് എത്തിച്ചിട്ടുള്ളൂ. തിരുവനന്തപുരം പോയിട്ട് അവനൊരു കോൺക്രീറ്റ് കോളം ഫൂട്ടിങ് തറയിട്ട് അവിടെ വീടിൻ്റെ ചുമരുമായി കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അവൻ വന്നത്. പക്ഷേ നാട്ടിൽ വരുമ്പോൾ എന്താണെന്നറിയില്ല, അവന് വർക്കിന് തീരെ സ്പീഡില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ജയരാജനോട് പറയാണ്ട് മണീനോടാണ് പറഞ്ഞത് ജയരാജൻ്റെ സൈറ്റിൽ പോയിട്ട് പ്ലിന്തിൻ്റെ വർക്ക് തുടങ്ങിക്കോന്ന്. മണി ചെന്നപ്പോഴാവും ചിലപ്പോൾ ജയരാജൻ അറിയണ്ടായിരുന്നു ഇപ്പം നിന്ന് ഇവിടെ പണി തുടങ്ങുന്നുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഒരു 3 ദിവസം കൊണ്ട് നമ്മൾ ഈ പ്ലിന്തിൻ്റെ വർക്ക് കഴിഞ്ഞു. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓന് ഈ വീടിൻ്റെ തറപ്പണിയുടെ പേരും പറഞ്ഞിട്ട് ലീവ് എടുത്ത് നാട്ടിലേക്ക് വരിക എന്നല്ലാണ്ട് തറപ്പണി കാര്യമായിട്ടൊന്നും നടക്കില്ല. ഇനിയിപ്പോൾ അതിൽ മണ്ണ് ഫില്ല് ചെയ്തിടാന്ന് പറയുന്നുണ്ട്. അതും ഇനി ലാസ്റ്റ് നമ്മൾ തന്നെ ആരെയും കൊണ്ടെങ്കിലും ഫില്ല് ചെയ്യിക്കേണ്ടി വരുമോ എന്നുള്ളത് കണ്ടറിയണം. അപ്പോൾ ഞങ്ങളിനി അടുത്തൊരു ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് പെട്ടെന്ന്, അതായത് ഒരു 1-2 ദിവസം കൊണ്ട് ഈ വീടിൻ്റെ ചുമരാക്കിയിട്ട് പെട്ടെന്ന് തീർക്കണം എന്നുള്ള പരിപാടിയാണ്. കാരണം അപ്പോൾ നമ്മൾ നാട്ടിലായതുകൊണ്ട് എല്ലാ സൂപ്പർവൈസർമാരും കൂടി വന്നു കഴിഞ്ഞാൽ 1-2 ദിവസം കൊണ്ട് ഈ വീടിൻ്റെ ഒരു ചുമര് വർക്ക് തീർത്ത് ഇവിടുന്ന് തന്നെ തീർക്കണം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കണത്. അപ്പോൾ എന്തായാലും തറയിൽ മണ്ണൊക്കെ ഇട്ടൊന്ന് ഫില്ല് ചെയ്ത് ഒന്ന് ഉറയ്ക്കുന്നുള്ളൊരു ഗ്യാപ്പ് നമുക്ക് ജയരാജൻ്റെ വീടിന് കൊടുക്കുന്നത്, വേറെ എന്തെങ്കിലും കൊടുക്കലൊന്നുമില്ല. എന്തായാലും അവൾ ടാറ്റയൊക്കെ തന്ന് പിരിച്ചു വിട്ടിട്ടുണ്ട്. ഇനി എന്നാ വിളി തുടങ്ങണമെന്നാവോ.